Hi everyone. So December 31 the last day of 2024 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് 2025 നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഭാഗ്യം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടും വേണമല്ലോ ലൈഫിൽ. പോസിറ്റീവ് മാത്രമാണെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് വരില്ല അല്ലേ? നമ്മൾ ഡൗൺ വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ അത്രയും 2 സ്റ്റെപ്സ് അല്ലെങ്കിൽ 5 സ്റ്റെപ്സ് മുകളിലേക്ക് അപ്പിലേക്ക് വരാൻ സാധിക്കുള്ളൂ, ഗ്രോത്ത് വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് മെസ്സേജസ് വരുന്നത്. ടാരോ ആൻഡ് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് നോക്കാം. നമുക്ക് പൈൽ പോലെ തന്നെ എടുക്കാം കേട്ടോ. പിന്നെ പൈൽ നമ്പറല്ല, 2 സ്റ്റോൺസ് ആണ്. ഒന്ന് എൻ്റെ മാജിക് റോക്ക് ആണ്, സാലിഗ്രാം ആണ്. 1000 2000 എത്രയ്ക്കോ വർഷങ്ങൾക്ക് കാണുന്നുണ്ട്. അത്രയും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ഒരു കുഞ്ഞെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടിയതാണ് വെള്ളത്തിൽ നിന്ന്. ഓക്കെ, ഇതാണ് അത്. ഈ ഒരു കല്ല് ഇങ്ങനെ ആവണമെങ്കിൽ സാലിഗ്രാം എന്നാണ് പറയുക. അത്രയും വർഷങ്ങൾ, മോർ ദാൻ 1000 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതാണ്. എൻ്റെ അനിയൻ എനിക്ക് കിട്ടുന്നതാണ്. ഇതാണ് എൻ്റെ മാജിക് റോക്ക് ഞാൻ വെക്കാറ്. ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. സോ ദിസ് ഇസ് ഫസ്റ്റ് പൈൽ 1 എന്ന് പറയുന്നത്. രണ്ടാമത്തതും ഒരു റോക്ക് പോലത്തെ തന്നെയാണ് കേട്ടോ, ക്രിസ്റ്റൽ പോലത്തെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പൈൽസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കോൾ ചെയ്യുന്നത്? ഈ ഒരു ഷേപ്പാണോ അല്ലെങ്കിൽ ഇതാണോ, ഈ ഒരു ബിഗ്ഗർ 1 ആണോ എന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഇന്ന് ഇങ്ങനെയാണ് വന്നത് എടുക്കാൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് നമ്മൾ ഇതാണ് സാലിഗ്രാമാണ് സെലക്ട് ചെയ്യുന്നത്, ആ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോൺ. അപ്പോൾ നമുക്ക് എന്ത് മെസ്സേജസ് ആണ് സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർക്ക് കൊടുക്കേണ്ട മെസ്സേജസ്? 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മണി മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മണിയോടുള്ള മൈൻഡ്, ജഗ്ലിംഗ് എന്ന മൈൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മണി ബ്ലെസ്സിങ്സ് ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ മണി ഉദ്ദേശിക്കുന്ന ആ ഒരു ധനത്തോടുള്ള നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. സബ് കോൺഷ്യസ് ഹീലിംഗിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മണിയോടുള്ള ആ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ തന്നെ മണി ഫ്ലോ വരും. മറ്റേത് ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയി നിർത്തുക, നമ്മൾ തന്നെയാണ് പൈസേനെ അയ്യോ എൻ്റെ കയ്യിൽ ഇത്രയൊന്നും വരില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര അബണ്ടൻ്റ് ആവാൻ, എനിക്ക് ഇങ്ങനെയാവും. ഈ ചിന്തകൾ മാറ്റി ഞാൻ അബണ്ടൻ്റ് ആണ്, എന്നിലേക്ക് എന്തും വരും. കാരണം യൂണിവേഴ്സ് അത്രയും സോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ധനമുണ്ട്. ഇന്നലത്തെ ഒരു കോട്ട് ഉണ്ടായിരുന്നു ഡിസംബർ 30 മനസ്സിനെ ശുദ്ധമാക്കി, അല്ല ഇന്നത്തെ കോട്ടാണ്, എൻ്റേതെല്ലാം ഭഗവാന്റെ ആക്കിയാൽ ഭഗവാന്റെ എല്ലാം എൻ്റേതാകും. ഇന്നത്തെ കോട്ടാണ് കേട്ടോ, കറക്റ്റാണ്. ദാറ്റ് മീൻസ് നമ്മൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിലുള്ള എല്ലാ എനർജീസും അബണ്ടൻസും എന്താണ് കാര്യങ്ങൾ അതൊക്കെ നമ്മളിലേക്കും വരും. സോ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാം. നിങ്ങൾക്ക് മണി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് മാറ്റും. നമുക്കത് പാരൻസിൽ നിന്ന് കിട്ടാറുണ്ട്. അത് നമ്മളതിങ്ങനെ എടുക്കാതിരിക്കും, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാതിരിക്കും. നമ്മൾ ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് 9 ഓഫ് സോഡ്സ് കാർഡാണ്. ഓക്കെ, അപ്പം 9 ഓഫ് സോഡ്സ് ആണ് നെക്സ്റ്റ് കിട്ടിയ കാർഡ്. 9 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അലട്ടുന്നത്. ഇപ്പോൾ ഒന്ന് പേഴ്സണൽ മെസ്സേജസ്, ഒന്ന് ഞാൻ അമ്പലത്തിൽ പോയി കയറുന്നു, ഒന്ന് ക്ലെൻസ് ചെയ്യാൻ എൻ്റെ എല്ലാ എനർജിയും കൊടുത്ത് ക്ലെൻസ് ചെയ്ത് ഫോറിനസ് ഒക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് വന്നു. 2024 ഒരുപാട് പേര് ഹീലിങ്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടാരോ റീഡിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കർമ്മ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾക്ക് വരാറുണ്ട്, നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാ എനർജീസും കംപ്ലീറ്റ്ലി ഞാൻ യൂണിവേഴ്സിറ്റി കൊടുക്കും. എനിക്ക് കൃഷ്ണനാണ് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത്. ഞാൻ ഡാൻസറും ആയതുകൊണ്ടും ശിവൻ, 2 എനർജി എനിക്ക് എപ്പോഴും ശിവശക്തി പോലെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും കണ്ണനായിട്ടാണ് കൂടുതൽ അടുപ്പം. അപ്പോൾ അവിടെ പോയി ക്ലൻസൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കൊടുത്തു. എനിക്ക് ആ ഡിവൈൻ എനർജി തന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എനർജി ഉള്ളവർ 9 ഓഫ് സോഡ്സ്, നിങ്ങൾ എന്താണോ കാർമിക് സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം കാർമിക് ആണെന്ന്, എന്നിട്ടും നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ ചാട്ടവാറോണ്ട് അടിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. നോർമലായിട്ടൊരു കാർമിക് കണക്ഷൻസ് 10 കൊല്ലം അല്ലെങ്കിൽ 18 കൊല്ലം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് പോകും, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ സ്പിരിച്വൽ അവേക്കനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 5 കൊല്ലം മുന്നേ നമുക്ക് ഈ സ്പിരിച്വൽ വീഡിയോസ് ഇല്ല, അത്രയൊന്നും കുറവായിരുന്നു. ട്വിൻ ഫ്ലെയിം ആളുകൾ തന്നെ കുറവായിരുന്നു. ഇപ്പോൾ എന്തോരം ചാനൽസും എന്തോരം ഗൈഡൻസസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഒന്നുകൂടി ഈസിയാണ്, ബിക്കോസ് ഇന്നർ വർക്ക്സ് എന്തൊക്കെയാണെന്ന് അറിയാം. എനിക്കൊന്ന് ഇന്നർ വർക്ക് എന്നുള്ള വേർഡ് ഉണ്ട്, എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നു. എയ്സ് ഓഫ് സോഡ്സ് കേട്ടോ. നെക്സ്റ്റ് കാർഡ് പറഞ്ഞ എയ്സ് ഓഫ് സോഡ്സ്. അപ്പോൾ കാണുന്നുണ്ടോ കേട്ടോ?
ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു തീരുമാനങ്ങൾ, തോട്ട്സ്, വേണ്ടാത്ത ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യുക, നല്ല ചിന്തകൾ എടുക്കുക. അങ്ങനെ നിങ്ങളുടെ തോട്ട്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇതാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീഷൻ ആയ സൈക്കിളിനെ കംപ്ലീറ്റ് ആക്കി വിടൂ. നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ജീവിതം. അല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് അബണ്ടൻ്റ് ആവാനും ഇൻഡിപെൻഡൻ്റ് ആവാനും സാധിച്ചത്. അതുവരെ വീട്ടുകാർ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. സ്പിരിച്വൽ ജേർണി വന്നപ്പോൾ വീട്ടുകാരുടെ ജോലി പോലും യൂണിവേഴ്സ് കട്ട് ചെയ്ത് സീറോയിലേക്ക് കൊണ്ടുവരുത്തി. ആ ഒരു എന്താ പറയുക, ഐസൊലേഷനിൽ കൊണ്ട് നിർത്തിയപ്പോഴാണ് പിന്നെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ കരിയർ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് കരിയറിലൂടെ പോവുകയാണെങ്കിൽ എനിക്ക് ഏൺ ചെയ്യാം. പക്ഷേ കരിയർ സ്റ്റോപ്പ് ചെയ്തു, ഫിനാൻസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ജീവിക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നപ്പോൾ കംപ്ലീറ്റ് സറണ്ടർ ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് അവിടെ ആക്ഷൻസ് എടുത്തു. യെസ്, ഐ നീഡ് ടു ലീവ്. അല്ലെങ്കിൽ മരണത്തിന് വിട്ടു കൊടുക്കാൻ സാധ്യതയില്ല. മരിച്ചവരുടെ എന്താ നടക്കുക? കാരണം അതിന് മുന്നേ സൂയിസൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും യൂണിവേഴ്സ് ഇതിലേക്ക് എത്തിച്ചു. സൂയിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ഡബിൾ കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോയേണ്ടി വരും. സോ ബെറ്റർ തരുന്ന ഓരോ ലെസൺസ് പഠിച്ച് അതിന് മുന്നേറുക. അതാണ് എനിക്ക് കിട്ടിയ അറിവ്. അവിടെ ആക്ഷൻസ് എടുത്തു കൊടുക്കിയപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ്റെ ആക്ഷൻ കംപ്ലീറ്റ്ലി ബൗണ്ടറി സെറ്റ് ചെയ്തു. എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്നും വിട്ട് പോസിറ്റീവിലേക്ക് വന്ന് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്. രാവിലെ അമൃതവേള 4:30 എണീറ്റ് മെഡിറ്റേഷൻ ചെയ്തായിരുന്നു. ഡിവൈൻ മണി കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ, ഡിവൈൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കൂടെയുള്ളവരെല്ലാം കരിയറായിട്ട് പോയി, എനിക്ക് എന്തുകൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല? എന്താണ് എന്നെ ഇങ്ങനെ വലട്ടുന്നത്? എന്ത് കർമ്മയാണ് ഞാൻ ചെയ്തത്? ഞാൻ മാക്സിമം ഒരാളും എന്താ പറയുക, നമ്മളോടൊരു അറിവ് ചോദിച്ചാൽ പോലും മെഡിസിൻ ആയതുകൊണ്ട് അത്യാവശ്യം നോളേജ് ഉണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അറിയില്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല. പക്ഷേ കുട്ടികളൊക്കെ മീൻസ് ചെറിയ കുട്ടികളൊക്കെ ഇതൊന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഒന്ന് പഠിപ്പിച്ച് തരുമോ, ഞാനൊക്കെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് ഷെയർ ചെയ്യാൻ അന്നുണ്ടായത് അബണ്ടൻസിൻ്റെ നോളജായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കും എങ്ങനെ ഞാൻ സറണ്ടർ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സറണ്ടർ ചെയ്യിപ്പിച്ചു. അതാണ് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലൊരു തീരുമാനം എടുക്കുക. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സ് വഴി ഒരുക്കി തരും. എനിക്കത് ഭയങ്കര സ്ട്രോങ്ങാണ്. ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന്, കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന്, ശ്രീകൃഷ്ണ ടെമ്പിളിൽ നിന്ന് വന്നിട്ട് നേരെ വന്ന് റീഡ് ചെയ്യുന്നത്. ആ ഒരു എനർജിയും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു പറയുന്നുണ്ടെങ്കിൽ ആ എനർജിയും കൂടിയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും അവർ ഒരു ബുക്ക് ഒരു പ്രാവശ്യം റീഡ് ചെയ്ത് കഴിഞ്ഞാലും 10 പ്രാവശ്യം റീഡ് ചെയ്താലും ആ സെയിം സ്റ്റോറിയാണ്. പിന്നെ അവർക്ക് അത്രയും അവേക്കണ്ട് ആവുകയാണെങ്കിൽ ഫൈൻ. അവർ അവേക്കണ്ടും അല്ല, അവർക്ക് ഒരു തേങ്ങയും അറിയില്ലെങ്കിലും നിങ്ങൾ പിന്നെയും അവരെ നോക്കി ഇങ്ങനെ നിന്നിട്ട് കാര്യം നിങ്ങൾക്ക് ചീറ്റിങ് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് മടുപ്പ് തോന്നും. ഓക്കെ, സോ ഇറ്റ്സ് യുവർ കർമ്മ. നിങ്ങൾക്ക് കർമ്മ പേ ഓഫ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാനത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക 2025 കേട്ടോ. ഇതൊക്കെ പാഠങ്ങൾ പഠിച്ച് കണ്ടോ, യൂണിവേഴ്സ് പറയുന്നത് കണ്ടോ. എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സെലിബ്രേറ്റ് ചെയ്യും. സത്യം ഇതന്നെ എനിക്കും പറയാനുണ്ട്. ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ലൈഫിൽ. കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ കുഞ്ഞെ കേക്ക് കട്ട് ചെയ്തത് സെലിബ്രേറ്റ് ചെയ്യും വീട്ടിൽ, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് ഡാൻസൊക്കെ ചെയ്യും. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആ എനർജി സബ് കോൺഷ്യസ് ലെവലിൽ ഒരുപാട് ചേഞ്ചസ് വരും. സബ് കോൺഷ്യസ് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുമെങ്കിൽ ഇവർ ഭയങ്കര അബണ്ടൻ്റ് ആണല്ലോ, അപ്പോൾ ഇവർക്ക് അബണ്ടൻ്റ് ചിരിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വിഷമിച്ചിരിക്കുക പോയത് അപ്പോൾ മനസ്സിലാക്കുക. ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പൈസ നഷ്ടപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരാളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അവരവിടെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ പൈസ അവർക്ക് ആവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. പണ്ട് എൻ്റെ 2-3 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചപ്പോൾ എൻ്റെ ഡയമണ്ടും കമ്മൽ ഒരെണ്ണം മിസ്സായിപ്പോയി. അതുവരെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് പോയി ഊരിയൊക്കെപ്പോൾ ഒരു കമ്മൽ കാണാമല്ല. അത് റോഡിൽ ഞാൻ എവിടെ പോയി തപ്പുക. പക്ഷെ എനിക്കപ്പോൾ മനസ്സിലായത് അത് ഏതോ ഒരാൾക്കാണ് അത് പോയിട്ടുണ്ടായിരിക്കും, അത് അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ പണ്ട് കുറേ ഞാൻ ചെറിയ സ്കൂളിൽ ഡാൻസൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നടന്നു പോകുന്ന സമയത്ത്, അന്ന് ഫോണോ വാട്സപ്പോ ഇല്ലാത്ത കാലമായിരുന്നു. അന്ന് നടന്നു പോകുന്ന സമയത്ത് കാലിൻ്റെ 2ാമത്തെ വിരലില്ലേ, ആ വിരലിൻ്റെ ഇടയിൽ തടഞ്ഞു. നോക്കിയപ്പോൾ ഒരു സ്വർണ്ണത്തിൻ്റെ മോതിരം. അവിടെ നോക്കുമ്പോൾ അവിടെ ആർക്കും ഞാൻ കൊണ്ടു കൊടുക്കുക. അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂണിവേഴ്സ് നമ്മളിലേക്ക് തരുന്ന ആ ഒരു സമയത്ത് പണ്ടൊക്കെ കുറച്ച് സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. പാരൻസിന് അത് കൊടുത്തു, അത് അവർക്ക് പല രീതിയിൽ അത് യൂസായി പോയിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ ഗിഫ്റ്റ് കിട്ടും. ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ നഷ്ടം വേറൊരാൾക്കുള്ള ബ്ലെസ്സിങ്സ് ആണെന്ന് മനസ്സിലാക്കാം. അതിലൊന്നും സ്ട്രഗിൾ ചെയ്ത് ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നൊരു കാര്യം മാത്രം നമ്മുടെ കർമ്മ ബാഗേജ്. വേറെ നമ്മളുടെ ഫോണോ നെറ്റോ വണ്ടിയോ വീടോ ഒന്നും നമുക്ക് മരണപ്പെട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. എല്ലാം ഉപേക്ഷിച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകണം. അപ്പോൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മുന്നേ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലൈഫ് സൂപ്പർബായിട്ട് പോകും. സോ പൈൽ കുറച്ച് എക്സ്ട്രീമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്
നിങ്ങളുടെ 2024 കഴിയാണ്, ഇനിയെങ്കിലും നമ്മൾക്ക് ആ ഒരു ലെവലിലേക്ക് വരാനാണ് കേട്ടോ. ആൻഡ് സ്റ്റാർ കാർഡ്, നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് വരുന്നുണ്ട്? എവേക്കണിങ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എവേക്കണിങ് വരുന്നുണ്ട്. നിങ്ങൾ ചക്രാസൊക്കെ ആദ്യം ഒന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും റൂട്ടിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരാം, യോഗ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ചക്രേനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് ബോട്ടം കിങ് ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് സോഡ്സ് മീൻസ് എന്താണ്? ഈഗോ ഡെത്താണ് പറയുന്നത്. അല്ലെങ്കിൽ ഈഗോ ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈഗോനെ കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്ക് വരണം. സെൽഫിഷ് ആവരുത്. ഞാൻ ഇന്നലെ കൂടി പറഞ്ഞു ലൈവിൽ ഷാഡോ വർക്ക്സ് ചെയ്യാനുള്ളത് ചെയ്യുക, മിറർ എക്സസൈസ് ചെയ്യാനുള്ളത് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് വർക്ക് ആവുള്ളൂ. അല്ലാതെ നമുക്കൊരു കാര്യം മാറണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് മാറ്റം വരിക. സോ 2025 നിങ്ങൾക്ക് പറയുന്നത് 9, 3, 7, 2, 17, 1, 1 വിച്ച് മീൻസ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയുക, യൂണിവേഴ്സിൻ്റെ 11 നമ്പർ കാണുന്നുണ്ടായിരിക്കും. ഇന്ന് പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ 11 വന്നത്. 11 അല്ലെങ്കിലും കൂടെ വരും. ഇന്നലെ ഞാൻ റൂമിൽ ചാർജ് ഫോൺ ഇങ്ങനെ ഹോളിലിരിക്കും, ഞാൻ റൂമിൽ പെട്ടെന്ന് ഫോൺ പോയി എടുക്കട്ടെ എന്ന് പോയി എടുത്ത് നോക്കിയപ്പോൾ 11. അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഫോൺ എടുക്കാൻ തോന്നും. അല്ലെങ്കിൽ പല രീതിയിലും ഏഞ്ചൽസ് നമ്പേഴ്സ് നമ്മൾ പാസ് ചെയ്ത് പോകും. നമ്മൾ ആ ജേർണിയിലാണെന്ന് കൺഫർമേഷൻ സമയത്ത് നമുക്ക് ഡൗട്ട് വരും, ഇതൊക്കെ ശരി തന്നെയാണോ എന്ന് ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് വരും. ബിക്കോസ് ഇടയ്ക്ക് നമുക്ക് 3D തോട്ട്സ് വരും. പക്ഷെ അതിനെ പെട്ടെന്ന് തന്നെ ഡീക്ലട്ടർ ചെയ്യാനുള്ളത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പഠിക്കും ചെയ്യും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കാണുന്ന അബൻഡൻസ് ആണ്. അബൻഡൻസ് ആണ് കാണിക്കുന്നത്. ധാരാളം ധനം വരുന്നു. നോക്കൂ, ഓപ്പർച്യൂണിറ്റി, അബൻഡൻസ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള അബൻഡൻസ് വരുന്നുണ്ട്. എന്തോ നിങ്ങളോട് നോ ആൻഡ് എക്സ്പ്ലനേഷനാണ്. എന്തോ നിങ്ങളുടെ ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. നന്നായിട്ട് ഫോർഗിനസ് ചെയ്യട്ടെ. ഇന്ന് ഫോർഗിനസ് ചെയ്തത് നന്നായിട്ട് ഫോർഗിനസ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ലെറ്റർ എഴുതുക. നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ റിലേഷൻഷിപ്പ് ആയിരിക്കും മിക്ക ആൾക്കാർക്കും, അവരെ പേര് എഴുതുക, അവരോട് സോറി പറയുക, ലെറ്റർ എഴുതി കത്തിച്ച് കളയുക. എന്നെല്ലാം നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ്, കരിയർ ബ്ലെസ്സിങ്സ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചീറ്റിങ് വന്നിട്ടുണ്ടെങ്കിൽ ചീറ്റിങ്, കരയാൻ വന്ന കരഞ്ഞോളൂ. നിങ്ങൾ ആ ലെറ്റർ ഒന്ന് വൃത്തിയായിട്ട് നിങ്ങളത് അതിലൊരു ഫോമാറ്റ് ഒന്ന് ഡിയോ യൂണിവേഴ്സിന് ഹെഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക. നമ്മൾ നന്ദിയുടെ ചുവട്ടിൽ പറയുന്ന പോലെ നിങ്ങളത് എഴുതുമ്പോൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവിടെ ഹീലായി കിട്ടും. എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ഒരു പേപ്പർ ചുരുട്ടു കൂട്ടി ഇങ്ങനെ നിങ്ങളുടെ ആ ദേഷ്യം വിഷമം എന്തൊക്കെ ഇമോഷൻസ് അതിലേക്ക് കൊടുത്തതിന് കത്തിച്ച് കളി, ലെറ്റ് ഗോ. ഇന്നെല്ലാം നിങ്ങളുടെ എനർജീസ് പോട്ടെ, ക്ലൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീടൊക്കെ ഞാൻ ക്ലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്ലൻസ് ചെയ്യുക. നിങ്ങളുടെ എനർജിയും ഒന്ന് ക്ലൻസ് ചെയ്യുക. പല രീതിയിലും ക്ലൻസ് ചെയ്യാം. സോൾട്ട് ബാത്ത് എടുത്ത് കുളിക്കാം. പിന്നെ റൂമിൽ മറ്റേ ഇൻസെൻസ് സ്റ്റിക്സൊക്കെ ഉണ്ടെങ്കിൽ കർപ്പൂരം പൊടികൾ, ഇവിടെ അങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ട്. അയ്യപ്പൻ നായർ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ട്. മുന്നേ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ. അതൊക്കെ വാങ്ങി കത്തിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര സ്പിരിച്വലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അത് എപ്പോഴും കത്തിക്കുമ്പോഴും അടുത്ത ആൾക്കാർ ചോദിക്കാറ് ഇത് എന്താ കത്തിക്കുന്നത്, എന്നിട്ട് അവരും പോയി വാങ്ങാറുണ്ട്. നല്ല കർപ്പൂരം, നന്ദി സ്റ്റിക്സും ധൂപ്പ് പൗഡറാണ്. ശരിക്കും നല്ലൊരു ദശാംഗം ദശ എന്ന് വെച്ചാൽ 10 അല്ല, 10 സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ആ ഓർഗാനിക് ആയിട്ടുള്ളത്. അതിൻ്റെ പൊടിയാണ്. നല്ല പോസിറ്റിവിറ്റിയാണ് ആ സ്മെല്ല്. അപ്പോൾ നമ്മൾ കത്തിക്കൽ നിങ്ങൾക്ക് കയ്യിലുള്ള സാധനങ്ങളിട്ട് കത്തിച്ച് ജനലൊക്കെ തുറന്നിട്ടിട്ട് കത്തിച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുക കേട്ടോ. കാരണം കത്തിക്കുമ്പോൾ എനർജി, ജനലും ഡോറൊക്കെ ഓപ്പൺ ചെയ്യണം. ബാത്റൂം കിച്ചണിലൊക്കെ കത്തിക്കുക. കാരണം എനർജി പോകണം, അതിനാണ് കത്തിക്കുന്നത്. നിങ്ങൾ ഡോറും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് എനർജി പോവാതെ അവിടെ നിൽക്കും. അപ്പോൾ നന്നായിട്ട് അതിനെ ക്ലൻസ് ചെയ്തതിന് ശേഷം വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുക, ഫോറിനേഴ്സ് ചെയ്യുക. ഓക്കെ, ഇമ്പ്രൂവിങ് ഹെൽത്ത് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് പൈൽ 1. കുറച്ച് സമയം എടുത്തു, 13 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ് തന്നെയാണ്. ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പൈൽ എടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പൈല് നമുക്ക് പൈലായിട്ട് ഈ ഒരു എനിക്കിതിൻ്റെ പേരറിയില്ല, നല്ല സ്റ്റോൺ തന്നെ. ഇതും ഇങ്ങനത്തെ സ്റ്റോൺ കിട്ടിയത് തന്നെയാണ്. അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന്, വെള്ളമല്ല, ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ശിവൻ്റെ അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഈ ഒരു പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്സ് എനിക്ക് വേണ്ടി രണ്ടും കാണാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൈലായിട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഏത് പൈലാണ് വരുന്നത് അതപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ് കൺഫേം ചെയ്യാം. അത് വേണ്ടിയിട്ട് പൈൽ 2 2025 വരുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കളയണം, എവിടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലൊക്കെ കളയാട്ടോ.
എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനഫിറ്റ്സ് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിൻ്റെയൊക്കെ പോസിറ്റിവിറ്റി വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്തവരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. 4 ഓഫ് കപ്സ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചാനലിൽ എപ്പോഴും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ആ ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങൾ വരുന്നുണ്ട് കേട്ടോ. റിവേഴ്സാണ് വന്നത്. നന്ദി ഇല്ലാത്തവരാണെങ്കിൽ നന്ദിയിലേക്ക് വരുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അബാൻഡമെൻറ്റ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ആ അബാൻഡമെൻറ്റ് ഇഷ്യൂ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ റിലീസ് ചെയ്ത് കളയും നമ്മളുടെ റിജക്ഷൻസ്. 10 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ എനർജിയിൽ ഇരിക്കേണ്ട നിങ്ങൾക്ക് ഇതിൽ നിന്ന് കടന്നു വരാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. കാരണം വീൽ ഓഫ് ഫോർച്യൂണാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർ കുറച്ച് കർമ്മ ഡെബിറ്റ്സ് അല്ലെങ്കിൽ കർമ്മ ബർഡൻ അല്ലെങ്കിൽ ഡെപ്സ് കടം കുറച്ച് കൂടുതലുണ്ട്. അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫിൽ ചെയ്തു വന്നതാണ്. നമ്മളെ വേറെ ആവാതെ ഒരുപാട് കർമ്മ ക്രിയേറ്റ് ചെയ്തു ഈഗോയിൽ വെച്ചിട്ട്. ഞാനാണ് വലുത്, അങ്ങനത്തെ പല രീതിയിൽ ക്ലാഷസ് വന്നു. ക്ഷമയില്ലാതെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. വഴിയിൽ പോകുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ക്യൂ നിൽക്കേണ്ട സിറ്റുവേഷൻസ് വന്നു. അപ്പോൾ ക്യൂ നിൽക്കാൻ മടി കാണിക്കുമ്പോൾ ചാടി കയറി അവരുമായിട്ട് ചാടി കയറുന്നുണ്ടായിരിക്കും. അത് കർമ്മ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ പലതും കർമ്മ തന്നെയാണ്. ഒരാളെ വെറുതെ കളിയാക്കുന്നു, കർമ്മ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേദനിച്ചില്ല. എല്ലാം ഒരു സോഴ്സ് എനർജി അല്ലേ. നമ്മുടെ ഉടുപ്പിലല്ലേ പല വേഷങ്ങളും വരുന്നത്. എല്ലാം ഒരു ആത്മാവാണ്. അപ്പോൾ ആത്മാവിനൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റഡ്. ഇങ്ങനെ പല കാര്യങ്ങളും വേറെ അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനു പറയുന്നു, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് കമൻറ്റ്സ് കർമ്മ ക്രിയേറ്റ് ചെയ്തില്ലേ. ഇതൊക്കെ കർമ്മ തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരാൾക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കാതെ, പൈസ നമ്മളെ കയ്യിലുണ്ട്, അവർക്ക് അത്ര അത്യാവശ്യമാണ്, അപ്പോൾ ഉണ്ടായിട്ടും പിശുക്ക് കാട്ടി വെക്കുകയും കൊടുക്കാതെ ഒരു കർമ്മ ക്രിയേറ്റ് കൂടാതെ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് മക്കൾക്ക് അസുഖങ്ങൾ വരുമോ, പെട്ടെന്ന് ആക്സിഡൻറ്റ്സ് വരുമോ, അങ്ങനെയൊക്കെ വന്നിട്ട് പോകാൻ ചാൻസസ് വരും. അപ്പോൾ അതാണ് പറയുന്നത്. ഒരു കാർഡ് പോയി. അപ്പോൾ 8 ആണ് കാണിക്കുന്നത്. 8 ഇതൊക്കെ കർമ്മയാണ് കേട്ടോ. നല്ല കർമ്മമാണ്. പൈൽ 2 എടുത്തവർ 10 8 കർമ്മയാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇൻഫിനിറ്റായിട്ട് പവറും ഉണ്ട് അതിനെ മറികടക്കാനുള്ളത്. അപ്പോൾ നിങ്ങളത് വർക്ക് ചെയ്യുക, നന്നായി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, ഇന്നർ ചൈൽഡ് വൂൺസ് ക്ലിയർ ചെയ്യുക. ഷാഡോ വർക്ക്സ് ഉണ്ട്, എന്നെക്കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വേദനിക്കേണ്ടത്? യെസ്, അതിൻ്റെ ആവശ്യമില്ല. അവർ പറഞ്ഞോട്ടെ, അവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് പറഞ്ഞ് ഞാൻ ദൈവത്തിന് നിരക്കാത്ത ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ ആ ഡിവൈൻ്റെ പ്രസൻസ് എപ്പോഴും നമുക്ക് സപ്പോർട്ടിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ 8 ഓഫ് കപ്സ് കേട്ടോ. റിജക്ഷൻസ് അബാൻഡമെൻറ്റ് ഇഷ്യൂ ഒന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്യുക. അതുകൊണ്ടും നിങ്ങളുടെ പാർട്ട്ണർ സെപ്പറേറ്റ് ആകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ നിങ്ങൾ റിജക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ വന്നത്. ഞാൻ പറയാറുണ്ട്, എനിക്ക് ചെറുതിലേ തൊട്ട് ഒരുപാട് റിജക്ഷൻസ് അനുഭവിച്ച് വന്നൊരു പേഴ്സൺ. ചെറുതിലെ എന്താ പറയുക, പാരൻസ് അമ്മ ഡിവോഴ്സ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ പ്രസൻസ് ഇല്ലാതെ ആകുമ്പോൾ സിംഗിൾ പാരൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും പാരൻസ് ഫാദറിനെ കൊണ്ടുപോയി, എനിക്ക് ഫാദറില്ല. അങ്ങനെ ഒരുപാട് റിജക്ഷൻസ് അവിടെ, അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ റിജക്ഷൻസിൻ്റെ ഒരു മാലയായിരുന്നു എനിക്ക്. ശരിക്കും സെപ്പറേഷൻസ് വന്നപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ക്ലിയർ ചെയ്ത് വന്നത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ റിജക്ഷൻസ്. അപ്പോൾ എനിക്ക് റിജക്ഷൻസ്, ഞാൻ എന്നെ റിജക്റ്റ് ചെയ്യാൻ കൊള്ളില്ല, അതുകൊണ്ടല്ല എനിക്ക് പാരൻസ് ഇല്ല, ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു എന്താ പറയുക, പിന്നെ അമ്മ സെക്കൻഡ് മാരേജ് ചെയ്തു, നല്ലൊരു എന്താ പറയുക ഫാദർ ഉണ്ട്. അപ്പോൾ ആ ഒരു എനർജി മാറി. അങ്ങനെ നമുക്ക് ചെറുതിലെ എന്തോന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. പിന്നെ ഹൈറ്റ് ഇല്ലാത്തതിന് ഞാൻ റിജക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഓരോരുത്തർ പറയുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് കരുതും. പക്ഷെ അത് അവരുടെ പേഴ്സ്പെക്റ്റീവാണ്, അവർ കാണുന്ന കണ്ണ്, അവർ വിളയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കും വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, യെസ്, ഇത് അവർ പറയുന്നത് എന്ത് വെച്ചാൽ പറഞ്ഞോട്ടെ, അതിന് എൻ്റെ എനർജിയിൽ ബാധിക്കരുത്. അപ്പോൾ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഓറ ഷീൽഡിങ് പ്രൊട്ടക്ഷനൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ വാക്കുകൾ റിജക്റ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മൾ വന്ന് ആക്സെപ്റ്റ് ചെയ്യുക, ആരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക? നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ. അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട് പറഞ്ഞാലും നമുക്കൊരു പെട്ടെന്ന് സിറ്റുവേഷൻസ് വന്ന് 24 മണിക്കൂർ നമ്മുടെ കൂടെ ഒരാളും വന്നിരിക്കില്ല, ഇല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. കുഴപ്പമില്ല. 2024 അങ്ങനെ പോവുകയാണ്. നമ്മുടേതായിട്ടുള്ള കുറേ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടെൻഷൻസും സ്ട്രഗിൾസും ഉണ്ട്.
അതൊക്കെ ഫേസ് ചെയ്യാനുള്ള സൊല്യൂഷൻസും നമ്മുടെ ഉള്ളിലുണ്ട്. അത് കണ്ടുപിടിക്കുന്നിടത്താണ് നമുക്കുള്ള വിജയം. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് അത് ടേക്ക് കെയർ ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, റീചാർജ് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളയുക, ക്ലെൻസ് ചെയ്യുക, ലെറ്റ് ഗോ ലെറ്റർ എഴുതുക, സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ്, നെഗറ്റീവായിട്ടുള്ള കാർമിക് പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ ആ എനർജിയിൽ നിന്ന് കടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ്. എല്ലാവർക്കും ഒരു കരിയർ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോളിലേക്ക് പോയി ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ടൈം ആകുമ്പോൾ റിലേഷൻഷിപ്പ് വന്നോളും. ഓക്കെ. സോ അതാണ് ഈ ഒരു കാർഡിൽ ഒരുപാട് കർമ്മയാണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണിക്കുന്നത്. കർമ്മ സൈക്കിൾസ് ആണ്. ഓരോ കർമ്മ സൈക്കിൾ കഴിയുമ്പോൾ നെക്സ്റ്റ് കർമ്മ സൈക്കിൾ വരും. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ്ലി പോകണം. കർമ്മ ക്ലെൻസിങ് നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ലെറ്റർ എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഫോർഗിവ്നെസ് ചെയ്യുക. നമുക്കിനി ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം കേട്ടോ. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ വന്നതുകൊണ്ടും പേജ് ഓഫ് പെന്റക്കോസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിൾസൊക്കെ മാറി ഫിനാൻഷ്യലായിട്ടുള്ള അബണ്ടൻസ് വരുന്നത് കാണുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. യെസ് കേട്ടോ, യെസ് ആണ് പറയുന്നത്. ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകളിലുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസും ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. കർമ്മ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പേടിക്കല്ല, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് അവയർനെസ് ആണ് ടാരോ തരുന്നത്. നിങ്ങളപ്പോൾ നിങ്ങളുടെ കർമ്മയെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിലത്തെ വർക്ക്സ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു എനർജി തന്നെയായിരിക്കും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. 20 minutes ആയില്ലേ, സാരമില്ല. ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. നാളെ ഇനി 2025 വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. നിങ്ങൾക്ക് റീഡിങ്സോ കാര്യങ്ങളോ 2025 പ്രൊഡിക്ഷൻസ് വേണമെങ്കിൽ ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ടോട്ടൽ വീക്സോ ഓവറോൾ എനർജി ഒക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഡീറ്റെയിൽ റീഡിങ്സ് ചെയ്യുന്നതാണ്. ജനറൽ റീഡിംഗ് ആയിട്ട് റീഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ മാത്രമായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഹീലിങ്സ് വേണമെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, അതുപോലെ സബ് കോൺഷ്യസ് ഹീലിങ്ങിൻ്റെ ലെവൽ 1 ലെവൽ 2 ഉണ്ട്. ലെവൽ 2 ഇപ്പോൾ നടക്കുന്നുണ്ട്. ദെൻ ടാരോ കോഴ്സ് Jan 16 തൊട്ടിട്ട് സൂം ക്ലാസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. നമ്മൾ ഇത്രയും 5-6 ബാച്ചസ് നമ്മൾ ഇങ്ങനെയാണ് ഓൺലൈനായിട്ട് തന്നെയാണ്. ഓൺലൈൻ മീൻസ് നോട്ട്സ് റെക്കോർഡ് സെഷൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ടാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDFs അയക്കാൻ ബുദ്ധിമുട്ട്. അത്രയും കാർഡ്സ് 78 കാർഡ്സാണ്. അപ്പോൾ അത് നോട്ടായിട്ട് വരുമ്പോഴാണ് ശരിക്കും ഓർമ്മ വരിക. പക്ഷേ സൂം ക്ലാസ് ആകുമ്പോൾ ഒന്നുകൂടിയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ട്സ് എഴുതി വെക്കാം. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. Jan 16 സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. 16. അപ്പോൾ ഇപ്പം സമയമുണ്ട്, ഒരു നിയർലി 16 ദിവസമുണ്ട്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. സോ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നിങ്ങൾ വീഡിയോസ് കാണുന്നതിനും കമൻസും ഒക്കെ വരുന്നുണ്ട്. ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ കോണ്ടാക്റ്റ് വരുമോ എന്നുള്ള വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കോണ്ടാക്റ്റ് വന്നിട്ടും അതുപോലെ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോണ്ടാക്റ്റ് വന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്, കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. റെസനേറ്റഡ് ആവുന്നുണ്ട്. ഒരുപാട് പേർക്ക് പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ റെസനേറ്റഡ് ആയി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.